ഹായ് കൂട്ടുകാരെ, ഇത് ഞാൻ നട്ടിരിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ടാണ്. എൻ്റെ ബക്കറ്റിലാണ് ഡ്രാഗൺ ഫ്രൂട്ട് നട്ടിരിക്കുന്നത്. അതിൻ്റെ മൂട്ടിലാണെങ്കിൽ ചാരമാണ് ഇട്ടിരിക്കുന്നത്. ഇതാ ഒരു മുന്തിരിയിലായിരുന്നു ഞങ്ങൾ കയറ്റി വിട്ടത് ആണ് ഈ മുന്തിരി. ഒരു ദിവസം ഒരു സൗണ്ട് കേട്ട് വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഡ്രാഗൺ ഫ്രൂട്ടെല്ലാം മൂട്ടിൽ കിടക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഇതാ വീണ്ടും ഒരു പൈപ്പ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്, ഇരുമ്പ് പൈപ്പ്, അതിൽ കൂടെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഡ്രാഗണിലാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം കുറേ ഫ്രൂട്ട് വന്നായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വന്ന ഫ്രൂട്ട് ഉണ്ടായി. ഞങ്ങൾ ഫ്രൂട്ട് മുറിച്ചെടുത്തിട്ട് അതിൻ്റെ അടയാളമാണ് കാണുന്നത്. ഇത് വലുതായിട്ടുണ്ട് ഈ ഡ്രാഗൺ ഫ്രൂട്ട്. ഇതിലിത് ഇങ്ങനെയാണ് ആദ്യമായിട്ട് കണ്ടോ, ഇത് മുള്ളിൻ്റെ സൈഡാണ് വളർന്നിരിക്കുകയാണ്. അതിനി മുട്ടായി മാറുന്നത്. ഇപ്പോൾ അല്പത തടിച്ചിട്ടുണ്ട്, ഇത് മുട്ടായി വരും. ഇനി 2 ദിവസം കൂടെ കഴിയുമ്പോൾ ഇത് മുട്ടായിരിക്കും. ഇങ്ങനെയാണ് ആദ്യമായിട്ട് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ മുട്ട് വരുന്നത്. ആ മുള്ളിരിക്കുന്ന ഭാഗം അല്പം ഒന്ന് തടിച്ച് വരും. അടുത്തത് ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൽ കുഞ്ഞു കുഞ്ഞു മുട്ടുകൾ വന്ന് നിൽക്കുകയാണ്. ഈ ഇതിൽ ഇതിലും തടിച്ച് വരികയാണ് മുട്ട് വരാനായിട്ട്. ഈ പ്രാവശ്യം നിറച്ച് കാണും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മിക്ക കൊമ്പുകളിലും തടിച്ച് വന്ന് നിൽക്കുകയാണ്. ഇതിലെല്ലാം ഡ്രാഗൺ ഫ്രൂട്ട് ഇത് നിറയും. ഇപ്രാവശ്യം വെയിറ്റ് കൊണ്ട് ഒടിഞ്ഞു വീഴുമോയെന്ന് അറിഞ്ഞുകൂടാ. ഇതിലും മുള്ള് തടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലെല്ലാം ഇനിയിപ്പോൾ ഇത് എന്തോ ജീവി വന്ന് കടിച്ചതാണ്. ഫ്രൂട്ട് എടുത്തതിൻ്റെ അടയാളം പോലെ ഇരിക്കുന്നു. പക്ഷേ അത് ഫ്രൂട്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നതല്ല. അതെന്തോ ജീവി വന്ന് വീട്ടിലാന്ന് തോന്നുന്നു കടിച്ചാണ്. അതിൽ മുട്ടിങ്ങനെ വരാൻ വേണ്ടി മുള്ളിൻ്റെ ഭാഗം തടിച്ച് നിൽക്കുകയാണ്. ഈ കൊമ്പിലും മുട്ടുകൾ വന്ന് നിൽക്കുകയാണ്. മുട്ടുകൾ ഒരുപാട് മുട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം വരുന്നത് മാത്രമേ വലിയ കായാവുള്ളൂ, ബാക്കിയെല്ലാം ചെറിയ കായകളാവും. പക്ഷേ ഇതിൽ ഒരുപാട് മുട്ട് വരുമെന്നാണ് തോന്നുന്നത്. അതെല്ലാം തടിച്ച് നിൽക്കുകയാണ് തണ്ടുകൾ. ഈ ഭാഗത്തെല്ലാം മുട്ടുകൾ വരുന്നതായിരിക്കും. അടുത്തതാ നിറഞ്ഞു നിൽക്കുന്നത്. മുകൾ ഭാഗത്തുള്ള കൊമ്പിലും മുട്ടുകൾ നിൽക്കുകയാണ്. ഇതിനി ഒരാഴ്ച കൂടെ കഴിഞ്ഞാൽ കറക്റ്റ് എത്രമാത്രം മുട്ട് വരുമെന്ന് അറിയാൻ പറ്റുള്ളൂ. ഇതെല്ലാം കഴിഞ്ഞ പ്രാവശ്യം ഫ്രൂട്ട് വന്ന് ഞങ്ങൾ മുറിച്ച് ഫ്രൂട്ട് പറിച്ച ഭാഗമാണ്. അതൊക്കെ ഫ്രൂട്ട് പറിച്ചതിൻ്റെ അടയാളങ്ങളാണ്. ഇനി ഫ്രൂട്ട് വരാത്ത കൊമ്പുകൾ ഇതിൽ ഭാഗമുണ്ട്. ഇനി ഈ വർഷം വരുമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾ അങ്ങനെ അത് നമുക്ക് അറിഞ്ഞൂടാ. ഈ കൊമ്പുകളിലെല്ലാം നിൽക്കുകയാണിത്. ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വന്നതാണ്. പക്ഷേ ഇപ്പോഴും അതിൻ്റെ സൈഡുകൾ തടിച്ച് നിൽക്കുന്നുണ്ട്. വരുമെന്ന് അറിഞ്ഞുകൂടാ. ഇനി ഈ കൊമ്പുകളിലൊക്കെ കായ് വരുമായിരിക്കാം. ഇതിലെല്ലാം വലുതായി നിൽക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വന്നില്ല, പുതിയ കൊമ്പാണ്. ഇതിലൊക്കെ നിറച്ച് മുട്ട് വരുമെന്നുള്ളത് അതിനു വേണ്ടി ഈ മുള്ളുള്ള ഭാഗങ്ങളെല്ലാം തടിച്ച് നിൽക്കുകയാണ്. ഇതിലും തടിച്ച് നിൽക്കുകയാണ് മുള്ളുള്ള ഭാഗം. ഇതിലെല്ലാം കായ്, ഇതിലിപ്പോൾ ഈ പ്രാവശ്യം നിറച്ച് കായ് കാണുമെന്നാണ് തോന്നുന്നത്. മിക്ക കൊമ്പുകളും തടിച്ച് നിൽക്കുകയാണ്. ഇത് നമ്മളെ വീട്ടിലുള്ള കൃഷിയാണ്. നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ ഇതേപോലെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഡ്രാഗൺ ഫ്രൂട്ടിനൊക്കെ കുറച്ച് സ്ഥലം മതി. പക്ഷെ മുള്ളുണ്ട് സംഭവം. ഒരു മൂട് വേണമെങ്കിൽ നമുക്ക് വെയിലുള്ള ഏത് ഭാഗത്തും വെച്ചാൽ മതി. വെയിലാണ് ഇതിന് അത്യാവശ്യം. നിങ്ങളെ വീട്ടിൻ്റെ മുകളിൽ വെച്ചാലും മതി. വെയിലുണ്ടെങ്കിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട, വെള്ളം വല്ലപ്പോഴും ഒഴിച്ചാൽ മതി. നിറച്ച് വെയിലുണ്ടെങ്കിൽ നിറച്ച് കായ് വരും. വർഷത്തിൽ ഒരിക്കലേ കായ് വരുള്ളൂ. ഇവിടെ എൻ്റെ അനുഭവത്തിൽ വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് കായ് വന്നിട്ടുള്ളത്. 2-3 പ്രാവശ്യമൊന്നും വരുന്നില്ല. നിറച്ചതാ നിൽക്കുകയാണ് ഡ്രാഗൺ ഫ്രൂട്ട്. നമ്മളെ വീട്ടിലുള്ളതാകുമ്പോൾ നമ്മൾ വിഷമൊന്നും അടിക്കാതെ ഉണ്ടാക്കുന്നതായതുകൊണ്ട് നമ്മളെ മക്കൾക്കൊക്കെ വിശ്വസിച്ച് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളെ വീട്ടിൽ സ്ഥലമുണ്ടെങ്കിൽ അല്പ സ്ഥലത്തിലായാലും ഒരു മൂട് വാങ്ങിച്ച് വയ്ക്കുന്നത് നല്ലതാണ്. നമുക്ക് സമയവും പോകും. ഇതിൽ മുട്ടൊക്കെ വരുന്നത് കാണുമ്പോൾ എത്ര സന്തോഷമെന്നാണ്. നല്ല ഇതിൻ്റെ പൂവാണെങ്കിൽ വലുതായിട്ട് പൂക്കും. നല്ല ഭംഗിയാണ് അതിൻ്റെ പൂ കാണാൻ വേണ്ടി. ചെറിയ ഒരു മണവും ഉണ്ട് പൂവിന്.
അതാ ഇവിടെ നിറച്ച് നിൽക്കുകയാണ്. അല്ല, ഇത് ഒരു മൂടാണ്, നിറച്ച് മുട്ടുകളായിരിക്കും. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ ഞാൻ ഇപ്പോൾ മുട്ട് നിറയുമ്പോഴത്തേക്ക് ഞാൻ ഒരു വീഡിയോ എടുത്തിടാം. ഒരു 1-2 ആഴ്ച കഴിയുമ്പോൾ ഇതിൽ എത്രത്തോളം മുട്ട് വരുമെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്രയും മുട്ടുകളുടെ വീഡിയോ എടുത്തിടാം. എന്ത് ഭംഗിയായിട്ടാണ് നിൽക്കുന്നത് കണ്ടോ തണ്ടുകൾ, മുട്ട്.